മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ഒരു സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. കഹാനി പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഹാത്തി और खरगोश दोस्त थे, दोनों एक पेड़ के नीचे खेल रहे थे. अचानक एक लोमड़ी वहां आया. खरगोश डर गया. वह जल्दी से हाथी के ऊपर चढ़ गया. हाथी ने लोमड़ी को अपनी सूंड से मारा. लोमड़ी दूर जाकर गिर गया. ഇനിയാണ് ചോദ്യം വരുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. കോഷ്ടക് സേ സഹി ഉത്തർ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ എവിടെ ഉണ്ട്? ബ്രാക്കറ്റിലുണ്ട്. അതാണ് കോഷ്ടക്. ഈ ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. മനസ്സിലായോ? അപ്പോൾ ഹാത്തി ഓർ ഖർഗോഷ് കഹാം ഗേൽ രഹേ ദേ എന്നാ ചോദിച്ചത്. കഹാം എവിടെ? കഹാം പറഞ്ഞാൽ എവിടെ. ഹാത്തിയും ഖർഗോഷും കൂടെ എവിടെ കളിക്കുകയായിരുന്നു? दोनों एक पेड़ के नीचे അല്ലേ? पेड़ के नीचे खेल रहे थे. അപ്പം എന്താണ് അതിൻ്റെ ഉത്തരം? पेड़ के नीचे. അടുത്ത ചോദ്യം നോക്കാം. അച്ചാനക് വഹാം കോൻ ആയ. അച്ചാനക് അച്ചാനക് ഏക്ക് ലോമടി അല്ലേ? ലോമടി വഹാം ആയ. അപ്പം എന്താണ് ചോദ്യം? അച്ചാനക് വഹാം കോൻ ആയ. പെട്ടെന്ന് അവിടേക്ക് ആരാണ് വന്നത്? ആരാണ്? ലോമടി. ആരാണ്? ലോമടി. ഖർഗോഷ് ഡർ ഗയ. അടുത്ത ചോദ്യം നോക്കാം. വിപരീതാർത്ഥ ശബ്ദ അതിൻ്റെ മുകളിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. കോൻ ഹാത്തി കെ ഊപ്പർ ചढ़ गया എന്നാണ് ചോദ്യം. കോൻ ഹാത്തി കെ ഊപ്പർ ചढ़ गया. ആരാണ് ഹാത്തിന്റെ മുകളിലേക്ക്, ആനയുടെ മുകളിൽ കയറിയത്? ആനപ്പുറത്ത് കയറിയത് ആരാണ്? ആരാണ്? ഖർഗോഷ് ഡർ ഗയ. ഖർഗോഷ് ഭയന്നു. വഹ് ജൽദി സേ ഹാത്തി കെ ഊപ്പർ ചढ़ गया. അവൻ പെട്ടെന്ന്. അപ്പൊ ആരാണ് ഈ അവൻ? ഖർഗോഷ് അല്ലേ? ഖർഗോഷ് എന്ത് ചെയ്തു? പെട്ടെന്ന് ഹാത്തിക്ക് ഊപ്പർ ചढ़ गया. ഹാത്തി ആനപ്പുറത്തേക്ക് കയറി. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? കോൻ ഹാത്തിക്ക് ഊപ്പർ ചढ़ गया എന്നാണ് ചോദ്യം. ആരാണ് ഇപ്പൊ കയറിയത് ആനപ്പുറത്തേക്ക്? ഖർഗോഷ്. ആരാണ്? ഖർഗോഷ് ആണ് കയറിയത് അല്ലേ? ഖർഗോഷ്. ഇനി അടുത്തത്. ഹാത്തിനെ ലോമടി കോ കിസ് സേ മാരാ. ഹാത്തി അതായത് ആന കുറുക്കനെ എന്തുകൊണ്ടാണ് അടിച്ചത്? ആന എന്തുകൊണ്ടാണ് അടിച്ചത് എന്നാണ് ചോദ്യം. പൈർ സേ ഹാത്ത് സേ സൂണ്ട് സേ. പൈർ പറഞ്ഞ കാല്, കാല് കൊണ്ട്. ഹാത്ത് കൈ, കൈ കൊണ്ട്. സൂണ്ട് സേ, സൂണ്ട് പറഞ്ഞ തുമ്പിക്കൈ, തുമ്പിക്കൈ കൊണ്ട്. അപ്പൊ നമുക്കിതിൽ ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിലുണ്ട് എന്താണ്? ദാ ലോമടിക്കോ അപ്പനി സൂണ്ട് സേ മാര. എന്തുകൊണ്ടാണ്? സൂണ്ട് സേ മാര. അവിടെ ചോദിച്ച ചോദ്യം കിസ് സേ മാര എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ആൻസർ? സൂണ്ട് സേ അല്ലേ? സൂണ്ട് സേ മാരാ. സൂണ്ട് സേ മാരാ. ഉണ്ടോ? അടുത്ത ചോദ്യം നോക്കാം. വിപരീതാർത്ഥ ശബ്ദ കഹാനി സേ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞത്. അതായത് വിപരീതാർത്ഥ ശബ്ദം എന്ന് പറഞ്ഞാൽ വിപരീത പദം. വിപരീത പദം കഹാനി സേ ചുൻകർ ലിഖേം. കഥയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. എവിടെ നിന്ന് എഴുതാനാ പറഞ്ഞത്? കഥയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞത്. നീച്ചെ എന്നതിൻ്റെ വിപരീതം എന്താണ്? ഊപ്പർ. നീച്ചെ പറഞ്ഞാൽ താഴെ, ഊപ്പർ പറഞ്ഞാൽ മുകളിൽ. ഊപ്പർ എന്നുള്ളത് ഞാൻ ഇവിടെ വട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? ഊപ്പർ. കണ്ടോ എല്ലാവരും? ഊപ്പർ പറഞ്ഞാൽ എന്താണ്? മുകളിൽ. നീച്ചെ പറഞ്ഞാൽ താഴെ. അപ്പോ വിപരീത അർത്ഥം ഊപ്പർ. എന്താണ്? ഊപ്പർ.
അടുത്തത് കവിത പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം എന്നാണ്. കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ തന്നിരിക്കുന്ന കവിത ദമക്ക് ദമക്ക് ആത്താ ഹാത്തി, ദമക്ക് ദമക്ക് ജാത്താ ഹാത്തി, अपने सूंड उड़ाता हाथी, अपने सूंड गिराता हाथी, जब पानी में जाता हाथी, बरबर सूंड नहाता हाथी, कितने केले गाता हाथी, यह तो नहीं बताता हाथी. അപ്പോൾ ചോദ്യം നോക്കാം. ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന ഒന്നാമത്തെ ആശയം ഹാത്തി അപ്പനെ സൂണ്ട് ഉടാത്ത ഗിരാത്ത ഹേ. ഈ അർത്ഥം വരുന്ന വരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ അർത്ഥം മനസ്സിലാക്കി കണ്ടെത്താൻ പറ്റാത്തവർ ഒരു കാര്യം ചെയ്യുക, ഉടാത്ത ഗിരാത്ത സൂണ്ട് എന്നൊക്കെയുള്ള വരി ഏതാണ് എന്ന് നോക്കുക. മനസ്സിലായോ? അപ്പൊ അപ്പനീ സൂണ്ട് ഇതാണ്, അപ്പനീ സൂണ്ട് ഉടാത്ത ഹാത്തി ഉണ്ടോ, അപ്പനീ സൂണ്ട് ഉടാത്ത ഹാത്തി, പിന്നെ ഗിരാത്ത ഹാത്തി എന്നുണ്ട് അല്ലേ. അപ്പൊ ഗിരാത്ത ഹാത്തി ഈ രണ്ട് വരി മനസ്സിലായോ? ഈ രണ്ട് വരിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? ഈ രണ്ട് വരികളാണ്. അടുത്തത് ഹാത്തി അപ്പനെ സൂണ്ട് സേ പാനി ലേക്കർ നഹാത്താ ഹെ. ആന തൻ്റെ തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് കുളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ അർത്ഥം വരുന്ന വരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ഉപയോഗിക്കാം. പാനി നഹാത്ത സൂണ്ട് എന്നൊക്കെയുള്ള വരി നോക്കാം. അപ്പം അതിലുണ്ട് പാനി ഉണ്ട്, നഹാനുണ്ട്, സൂണ്ടൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇതാണ് എന്ത് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ജബ് പാനി മേ ജാത്താ ഹാത്തി ബർബർ സൂണ്ട് നഹാന ഹാത്തി. അപ്പം എന്താണ്? ആ വെള്ളത്തിൽ എപ്പോഴാണോ വെള്ളത്തിലേക്ക് വരുന്നത് അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചിട്ട് കുളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ അർത്ഥം വരുന്ന വരിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയില്ലേ, അതേ അർത്ഥം വരുന്ന വരികളാണിത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം കോഷ്ടക് സേ സഹി ഉത്തർ ചുൻകർ ലിഖേം എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന കോഷ്ടക്, അതായത് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോയ്സ് ഉണ്ടല്ലോ, അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇവിടെ ബ്രാക്കറ്റ് തന്നാൽ എല്ലാവരും കാണുന്നില്ലേ? ഈ ബ്രാക്കറ്റിൽ കറക്റ്റ് ആൻസർ ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞത്. ഹാത്തി ക്യാ ഗാത്താ ഹെ. ഹാത്തി ആന എന്താണ് കഴിക്കുന്നത്, എന്താണ് തിന്നുന്നത് എന്നാണ് ചോദ്യം. കേല പാനി ചീനി എന്നാണ് ഉത്തരം തന്നത്. കേല പറഞ്ഞ പഴം, പാനി പറഞ്ഞ വെള്ളം, ചീനി പറഞ്ഞ പഞ്ചസാര. അപ്പൊ എന്താണ് ആന കഴിക്കുന്നത്? പഴമാണ് അല്ലേ, പഴം. കേല പാനി കുടിക്കുന്നതല്ലേ, കഴിക്കുന്നതല്ലല്ലോ. അപ്പൊ കേല എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഥാംശ് പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. താഴെ തന്നിരിക്കുന്ന കഥാഭാഗം നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ദോനോം സന്തരോം കെ ബീച്ച് കി വാർത്താലാപ് കി പൂർത്തീകര. രണ്ട് നാരങ്ങകളുടെയും ഇടയിലുള്ള സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് നേരത്തെ തന്നതാണ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾ പഠിച്ചതാണ്. എങ്കിലും നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. സന്തര ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയേ. ബാലുവിൻ്റെ കൈകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ സന്തര പറയാണ് ബച്ച് ഗയി, അതെ രക്ഷപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ സന്തര പിന്നെ എന്താവും പറയുന്നത്? നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്, അത് ഓർഡർ അനുസരിച്ച് എഴുതിയാൽ മാത്രം മതി. 5ാം ക്ലാസ് ആയതിനെ കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് താഴെ തരും, എന്നിട്ട് അതെന്ത് ചെയ്യണം? ഓർഡർ അനുസരിച്ചിട്ട് എഴുതണം. അപ്പം എന്താ പറയുന്നത്? അതെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയണ രണ്ടാമത്തെ നാരങ്ങ. അപ്പോൾ ഒന്നാമത്തെ നാരങ്ങ പറയാണ് വഹ് ജോർസെ മുജെ പക്കട. അവൻ എന്നെ ശക്തിയിൽ മുറുകെ പിടിച്ചു എന്ന് പറയാണ്. അപ്പൊ രണ്ടാമത്തെ നാരങ്ങ ചോദിക്കുകയാണ്
ആ ദർദ് എന്താണ് ക്യാ ദർദ് ഹേ എന്ന് ചോദിക്കുകയാണ്, നിനക്ക് വേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ നാരങ്ങ എന്താ ചോദിക്കുന്നത്, നിനക്ക് വേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ നാരങ്ങ എന്താ പറയണത്, ഒന്നാമത്തെ നാരങ്ങ പറയാണ് ആ ബഹുത്ത് ദർദ് ഹുവ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എന്ന് പറയാണ്. ആര്, ഒന്നാമത്തെ നാരങ്ങ. അത് മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് വരും, ഇവിടെ നിങ്ങോട്ട് മൂന്നാമത്തെ സെൻറ്റൻസ് കേട്ടോ. എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം രണ്ടാമത്തെ നാരങ്ങ പറയാണ് വഹ് ബാലു ക്രൂര് ഹേ, ആ ബാലു ക്രൂരനാണ്, ആ ബാലു എന്താണ്, ക്രൂരനാണ് എന്ന് പറയാണ്. അപ്പം നമ്മുടെ വാർത്താലാപ് പൂർത്തിയാക്കി എഴുതി. ഇനി അടുത്തത് നോക്കാം. കോഷ്ടക് സേ സഹി ഉത്തർ ചുൻകർ ലിഖിയേ, കിസ്കി ആങ്കോ മേ ജലൻ ഹുയി. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ആരുടെ കണ്ണുകളാണ് നീറിയത്, ആരുടെ കണ്ണിനാണ് നീറ്റൽ അനുഭവപ്പെട്ടത്, ബാലു അല്ലേ, ബാലുവിൻ്റെ കണ്ണിനാണ് നീറ്റലുണ്ടായത്. ഇനി നാലാമത്തത് ഗണ്ട് പടയം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയം എന്നാണ്. പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം पेड़ लगाए हरियाली फैलाए संदेश वाक्य जोड़कर पेड़ के संरक्षण पर एक പോസ്റ്റർ തയ്യാർ കരീമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പോസ്റ്റർ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുക. ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് വലുപ്പത്തിൽ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇവിടെ തന്ന ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്, പേട് ലഗായ ഹരിയാലി ഫൈലായേ, ഈ സെൻറ്റൻസ് തന്നെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ അവിടെ പേടോം കെ സംരക്ഷൺ, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാം പേട് ഹമേ ഫൽ ഫൂൽ ചായ ആദി ദേത്തെ ഹേതാ, ഇത് എഴുതാം, ഈ സെൻറ്റൻസ് എഴുതാം. പേട് പ്രകൃതി കാ വരദാൻ, ഇതെഴുതാം. പേടോം കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ, ഈ സെൻറ്റൻസും എഴുതാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സെൻറ്റൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു മരത്തിൻ്റെ ചിത്രമൊക്കെ അങ്ങോട്ട് വരച്ചിട്ട് ഉഷാറായിട്ട് നിങ്ങൾ ഒരു ഉണ്ടാക്കുക. മനസ്സിലായല്ലോ, മരത്തിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ പോസ്റ്ററിന് എഴുതിയിട്ട് ബോക്സ് വരച്ചിട്ട് അത് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. നീച്ചെ ദിയേ ശബ്ദോ മേ കോൺസാ ശബ്ദ പേട് കെ സംബന്ധിത് നെഹി ഹെ, അതായത് മരത്തിനെ സംബന്ധിച്ചല്ലാത്ത ശബ്ദം ഏതാണിതെന്നാണ് ചോദിച്ചത്. ഫൽ എന്ന് പറഞ്ഞാൽ പഴം, മരത്തിലുണ്ടാവുന്ന കാര്യമാണല്ലേ, മരത്തിനെ സംബന്ധിച്ച കാര്യം തന്നെയാണത്. ഫൂൽ പറഞ്ഞാൽ പൂവ്, അതും മരത്തിലുള്ളതാണ്. പത്തർ പറഞ്ഞാൽ കല്ല്, അത് മരത്തിലുള്ളതാണോ, അല്ല. അപ്പം അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, കൂട്ടത്തിൽ ചേരാത്തത് പത്തർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത അഞ്ചാമത്തെയാണ്. കവിതാഭാഗം തന്നിട്ടുണ്ട്, രിഞ്ചിൻ രിഞ്ചിൻ വർഷ ആയി എന്ന കവിത ഇവിടെ തന്നിട്ടുണ്ട്. താഴെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സഹി മിലാനാണ് പറഞ്ഞത്, സഹി മിലാൻ നിങ്ങൾക്ക് ഇവിടെ തന്നതുകൊണ്ട് തന്നെ അത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ ഘട്ടായം ഗുമഡ് രഹി ഹേ, കണ്ടാ, ശ്യാമ ഘട്ടായം ഗുമഡ് രഹി ഹേ, നദി നാലിയാം ഉമഡ് രഹി ഹേ, ബൂന്തേം കർത്തി താത്താദയ്യ, നമ്മളവിടെ നിന്ന് ബൂന്തേം കർത്തി പിന്നെ താത്താദയ്യ, രിഞ്ചിൻ രിഞ്ചിൻ വർഷ ആയി, രിഞ്ചിൻ രിഞ്ചിൻ കഴിഞ്ഞിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യുക, വർഷ ആയി. മനസ്സിലായല്ലോ. ഇനി സഹി ഉത്തർ ലിഖേം എന്ന്, സഹി ഉത്തർ ചുനേം എന്നാണ് പറഞ്ഞത്. താൽ തലയ്യാക്ക അർത്ഥ ക്യാ ഹേ, താൽ തലയ്യ പറഞ്ഞാൽ താലാബാണ്, താലാബ് കുളം, താൽ തലയ്യ കുളം. നമൂനയ്ക്ക് അനുസാർ ഉത്തർ ലിഖേ ചിടിയാം പ്ലസ് കോ ചിടിയോം കോ, ഇവിടെ എഴുതിയത് കണ്ടില്ലേ, ചിടിയോം കോ, ഈ യാം എന്നുള്ളത് യോം നായി അല്ലേ, യാം എന്നുള്ള എന്തായി, ഇങ്ങനെ യോം നായി, പിന്നെ ഈ കോ അങ്ങോട്ട് ചേർത്ത്, അതാണ് ഇവിടെ സംഭവിച്ചത്. അതേപോലെ നിങ്ങൾ ഇവിടെ ചെയ്താൽ മതി. ഗിൽഹരിയാം കോ എന്നാണ് ഇവിടെ, അപ്പം യാം എന്നുള്ള എന്തായി, യോം നായി, പിന്നെ ഈ കോ കൂട്ടിച്ചേർത്ത് എഴുതുക, ഗിൽഹരിയോം കോ. അതുപോലെ തന്നെ ഇവിടെയും ലടുക്കി യാം എന്നാണ്, അതും നമ്മളിവിടെ എന്ത് ചെയ്യുക, യോം നാക്കുക, ലടുക്കിയോം കോ. മനസ്സിലായല്ലോ. ചിടിയ ആയി, ചിടിയ ആയേഗി. ഇനി അടുത്തത് ആയി എന്നതിന് പകരം ആയേഗി എന്ന് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഗിൽഹരി ആയി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗിൽഹരി പിന്നെ എന്താ എഴുതേണ്ടത്, ആയേഗി, ഇത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി, ആയേഗി എന്ന് ഇവിടേക്ക് എഴുതുക. അതുപോലെ തന്നെ ചായ ആകയി, ചായ ആയേഗി അല്ലേ, അപ്പം ആയേഗി എന്ന് എഴുതുക. അടുത്തതും അതുപോലെ തന്നെ ആയേഗി ചേർക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ ആയേഗി എന്ന് ചേർക്കുക. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ലടുക്ക ലടുക്കി എന്നാണ്.
അപ്പം ബേട്ട എന്താണ് ബേട്ടി. ഇവിടെ ആൺകുട്ടി പെൺകുട്ടി. അപ്പോൾ ഇവിടെ മകൻ മകൾ. അപ്പോൾ ഇവിടെ മകൻ എന്നാണ് ബേട്ട, മകൾക്ക് ബേട്ടി. മനസ്സിലായല്ലോ? ഇനി തന്നിരിക്കുന്ന ചിത്രം നോക്കുക. അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ചിത്രത്തിൽ പേട് പർ പത്തേ നെഹി ഹേ. ഒന്നാമത്തെ ചിത്രത്തിൽ മരത്തിൽ ഇലകൾ ഇല്ല. പൗദോം പർ, പിന്നെ ഇവിടെ ഫൂൽ എന്നുണ്ടല്ലേ, ഫൂൽ ഹേ എന്ന്. അപ്പം നമ്മളിവിടേക്ക് എന്ത് ചെയ്യുക? ഫൂൽ നെഹി ഹേ എന്ന് എഴുതുക. പൗദോം പർ ഫൂൽ നെഹി ഹേ. അടുത്തത് താലാബുമേ പാനി നെഹി ഹേ. താലാബുമേ ഇവിടെ മേണ്ടക്ക് എന്നാണ്. അപ്പം നമ്മളിവിടേക്ക് എന്ത് എഴുതണം? മേണ്ടക്ക് നെഹി ഹേ. അടുത്തത് ഇവിടെ മച്ചലിയാമാണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് എഴുതുക? താലാബുമേ മച്ചലിയാം നെഹീം ഹേ. മനസ്സിലായല്ലോ? ഒരു സൈഡിൽ നെഹീം ചേർത്തിട്ട് എഴുതാം. ഇനി സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. പേട് സേ ഫൽ ഓർ ഫൂൽ മിൽത്തേ ഹേ. അല്ലെ, മരത്തിൽ നിന്നും പഴങ്ങളും പൂക്കളും ലഭിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. അത് എഴുതുക. ഇനി ലാസ്റ്റ് ചിത്രം നോക്കിയിട്ട് എഴുതാനാണ്. ചിത്രയ്ക്ക് അനുസാർ ഗംബേ ബരെ പേടുക്കെ ഊപ്പർ, മരത്തിന് മുകളിൽ ആരൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. പേടുക്കെ ഊപ്പർ ബഗുളാഹേ, മരത്തിന് മുകളിൽ ബഗുള കൊക്കുണ്ട്. പിന്നെ ബന്ദർ ഉണ്ട് അല്ലേ, ബന്ദർ ഉണ്ട്. പിന്നെന്താണ്? തോത്തുണ്ട്, തോത്ത. ഗിൽഹരി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിവിടേക്ക് എഴുതിയെടുക്കുക. പേടുക്കെ ഊപ്പർ ബഗുളാഹേ രണ്ടെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടേക്ക്. അപ്പോൾ നമുക്ക് തോത്ത എന്നും അതുപോലെ തന്നെ ഗിലിഹരി എന്നും എഴുതാം അല്ലേ എവിടേക്ക്. ആ പേടുക്കെ ഊപ്പർ തോത്താഹേ, പേടുക്കെ ഊപ്പർ ഗിലിഹരി ഹേ എന്ന് എഴുതാം. പിന്നെ പേടുക്കെ നീച്ചെ ഗായ് ഹേ, മരത്തിൻ്റെ താഴെ എന്തുണ്ട്? പശു ഉണ്ട്, ഗായ് ഹേ. പിന്നെ മരത്തിന് താഴെ എന്താ ഉള്ളത്? ഗോഡ, കുതിര ഉണ്ട്, ഗോഡ. പിന്നെ ഹാത്തി അല്ലേ. അപ്പം താഴെയുള്ളത് എഴുതാം, ഗോഡ എന്ന് എഴുതാം. പിന്നെ ഹാത്തി എന്ന് എഴുതാം. പേടുക്കെ നീച്ച ഇതേപോലെ എഴുതിയിട്ട് വേണം എഴുതാം കേട്ടോ. ഇനി സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. പേട് ഹമേ ഛായ ദേത്തി ഹേ ആണ് ശരി. പേട് ഹമേ ധൂബ് ദേത്തേ ഹേ എന്നാണ് ഇവിടെ പറഞ്ഞത്. ധൂബ് പറഞ്ഞ വെയിലാണ്. മരം നമുക്ക് വെയിൽ തരുന്നു. ശരിയാണോ? അത് തെറ്റാണ്. ശരിയായിട്ടുള്ള ഏതാണ്? പേട് ഹമേ ഛായ, നമുക്ക് തണൽ തരുന്നു മരം. അത് ശരിയാണ്. അതും കൂടെ എടുത്തെഴുതുക. അപ്പം അത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് നോക്കി പഠിക്കുക. എക്സാമിന് നല്ലൊരു മാർക്ക് തന്നെ എല്ലാവരും കരസ്ഥമാക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.